നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയ ദൈവമേ കൈതൊഴാം. നമ്മുടെ കേരളത്തിലെ കൊച്ചു വേളാങ്കണ്ണി പള്ളി എന്നറിയപ്പെടുന്ന ദേവാലയമാണ് ഇടുക്കി പീരുമേട് പാമ്പനാർ പട്ടുമല മാതാ പള്ളി. ഇടുക്കി ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രവും ടൂറിസം കേന്ദ്രവും കൂടിയാണ്. പ്രകൃതി മനോഹര ഇടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കൈതൊഴാമിൽ ഒന്നിച്ച് കാണാം. ഉയർന്നു നിൽക്കുന്ന മലനിരകൾക്ക് മുകളിൽ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ ശാന്തസുന്ദരമായ പ്രദേശത്താണ് പട്ടുമല മാതാ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഏലവും കുരുമുളകും തേയിലയും കാപ്പിയും ഒക്കെ കൃഷിയുള്ള ഭൂപ്രദേശത്തെ സാധാരണക്കാരുടെ ആത്മീയ കേന്ദ്രമാണ് പട്ടുമല പള്ളി. വിജയപുരം രൂപതയ്ക്കു കീഴിൽ ഫ്രാൻസിസ്കൻ മിഷണറി ബ്രദേഴ്സാണ് പട്ടുമല പള്ളിയുടെ സ്ഥാപകർ. കുമളി കോട്ടയം റോഡിൽ പമ്പനാറിനു സമീപമാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. 1979 ആശ്രമ സുപ്പീരിയറായിരുന്ന ബ്രദർ ഹിപ്പോളിറ്റസ് ആണ് പള്ളി സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത്. 1981 മാതാവിൻ്റെ സ്വരൂപം വേളാങ്കണ്ണിയിൽ നിന്നെത്തിച്ച് ആദ്യം കപ്പേള സ്ഥാപിച്ചായിരുന്നു തുടക്കം. അന്നത്തെ സുപ്പീരിയറായിരുന്ന റവറൻഡ് ബ്രദർ ഹിപ്പോളിറ്റസ് തടത്തിൽ മേലധികാരികളോട് ആവശ്യപ്പെട്ടതനുസരിച്ച് വേളാങ്കണ്ണിയിൽ നിന്നും പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുസ്വരൂപം വെഞ്ചരിച്ച് കോട്ടയത്ത് കൊണ്ടുവന്ന് വിജയപുരം രൂപതയുടെ അരമന ചാപ്പലിൽ വെച്ച് ആശീർവദിച്ച് അവിടെ നിന്ന് ആഡംബരപൂർവ്വം പ്രദക്ഷിണമായിട്ട് പട്ടുമല ആശ്രമ ചാപ്പലിൽ കൊണ്ടുവന്ന് പരിശുദ്ധ പട്ടുമല മാതാവായി പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഇടുക്കിക്ക് പുറമെ കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ ജില്ലയിലെ ഭക്തരാണ് കൂടുതലായും പട്ടുമല പള്ളിയിലെത്തുന്നത്. മദർ മേരിയുടെ രൂപത്തിൽ പട്ട് ചാർത്തുന്നതാണ് ഇവിടുത്തെ പ്രധാന നേർച്ച. തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോകുന്നവരുൾപ്പെടെ നിരവധി ഭക്തരും വിനോദസഞ്ചാരികളും പട്ടുമല പള്ളി കാണാൻ എത്താറുണ്ട്. ഞങ്ങൾ കമ്പം പോകാറുണ്ട്. അവിടുന്ന് പോകുന്ന വഴിക്ക് ഞങ്ങൾ പീരുമേട് ഈ പള്ളി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ കയറാറുണ്ട്. പള്ളിക്കകത്ത് കയറിയ ഒരു സ്വർഗീയ അനുഭൂതിയാണ്. ഭയങ്കര രസമാണ്. ഇവിടുന്ന് വേളാങ്കണ്ണിക്ക് പോകുന്ന ആൾക്കാരെല്ലാം ഈ പള്ളി വന്ന് കയറി മാതാവിനെ കണ്ടു തൊഴുതിട്ട് ഒരു വിശ്വാസത്തോടു കൂടി അവർ പോകുന്നത്. അതാണ് അവർക്കിവിടെ കയറണമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഞങ്ങളൊക്കെ വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ വന്ന് കയറിയിട്ടുണ്ട്. മാതാവിനെ കണ്ട് നേർച്ചയിട്ടിട്ടൊക്കെയാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് പട്ടുമല പള്ളിയിലെ പ്രധാന തിരുനാൾ. പള്ളിയുടെ ഗോതിക് മാതൃകയിലുള്ള നിർമ്മിതിയും വേളാങ്കണ്ണി മാതാവിൻ്റെ ഗ്രോട്ടോയും ഒക്കെ പള്ളിയെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കുന്നു. വിദേശികളും സ്വദേശികളുമായ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് പള്ളിയിൽ എത്താറുള്ളത്. തോട്ടം തൊഴിലാളികളും ഇടത്തരം കുടുംബങ്ങളും അടങ്ങുന്ന 1500ഓളം കുടുംബങ്ങളാണ് പട്ടുമല പള്ളിയുടെ ഇടവകാംഗങ്ങൾ. ഇവരുടെയും ഒപ്പം ഇതര മതസ്ഥരായ തോട്ടം തൊഴിലാളികളുടെ ഉന്നമനത്തിനും നിരവധി പ്രവൃത്തികളാണ് പട്ടുമല പള്ളി ചെയ്തു വരുന്നത്. നല്ല രസമാണ്, നല്ല പ്രകാശമുള്ള മാതാവാ. ഈ മാതാവിനെ നമ്മൾ വേളാങ്കണ്ണി പോയിട്ട് വന്നിട്ട് എത്രയ്ക്ക് അനുഗ്രഹം കിട്ടുമോ അതിനെയും മേളി ഒരു അനുഗ്രഹം ഈ പള്ളിക്കകത്ത് ഉണ്ട്. ധാരാളം സഹായങ്ങൾ നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ടും തൊഴിൽ നൽകുന്നതിനും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനും അവരുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങൾ നൽകുന്നതിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെയും ഇടുക്കിയുടെയും കൊച്ചു വേളാങ്കണ്ണി പള്ളിയായ പട്ടുമല പള്ളിയുടെ സുന്ദര കാഴ്ചയും ഭക്തി നിർഭരമായ അന്തരീക്ഷവും ഏതൊരുവൻ്റെയും മനസ്സിന് ശാന്തതയേകുന്ന ചുറ്റുപാടാണ് സമ്മാനിക്കുക. സാധുജനങ്ങളെ സംരക്ഷിച്ചാൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കുമെന്ന ഫ്രാൻസിസ്കൻ സഭയുടെ സന്ദേശത്തിലൂന്നിയാണ് പട്ടുമല പള്ളിയുടെ പ്രവർത്തനങ്ങൾ. തോട്ടം തൊഴിലാളി മേഖലയിലെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിനായി അവർ പ്രവർത്തിക്കുകയാണ്. നിരവധി നാനാജാതി മനസ്ഥരായിട്ടുള്ള ആളുകളും ഒപ്പം വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകളും പട്ടുമല പള്ളിയിലേക്ക് ഒഴുകിയെത്താറുണ്ട്.
ജെറിൻ കാട്ടൂരിനൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.